കഥ ഉത്തരാഖണ്ഡിലെ അമൂലിൻ്റേതാണ്. അവനൊരു ഡാബയിൽ ജോലി ചെയ്ത് തൻ്റെ ജീവിതം നയിച്ചു വന്നു. ഒപ്പം അവൻ പഠിച്ചുകൊണ്ടുമിരുന്നു. പറയണമെങ്കിൽ അമൂലിന് ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. അവൻ്റെ അമ്മ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അച്ഛൻ ലഹരിക്ക് അഡിക്റ്റായി തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. അതുകൊണ്ട് അമുൽ ശരിക്കും തനിച്ചായി. അച്ഛേ, അമ്മേ, നിങ്ങൾക്ക് സുഖമാണോ? എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എവിടെയാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുമെന്ന്. ഞാൻ സംസാരിക്കണത് നിങ്ങൾക്ക് കേൾക്കുമെന്ന്. നിങ്ങൾക്ക് ഒരു സന്തോഷമായ കാര്യം പറയണം. ഇന്നാണ് എൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഞാൻ നല്ല മാർക്കോടെ എടുത്ത് പാസ്സായിരിക്കുകയാണ്. ഞാൻ ഡെറാഡൂണിൽ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യാൻ പോവാണ്. നല്ല പൈസ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ചെറീസിൻ്റെ അടുത്ത് നമ്മുടെ സ്വന്തം ഹോട്ടലിനെ അടകു വെച്ചതല്ലേ, അതിന് തീർച്ചയായിട്ടും വീട്ടെടുക്കും. യഥാർത്ഥത്തിൽ കാര്യം എന്താണെന്നാൽ അമുലിന് ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ അവന്റെ അച്ഛന് ഒരു ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ പറയുമല്ലോ, ആളുകളുടെ കണ്ണ് മോശമാണെന്ന്. പെട്ടെന്ന് അമുലിന്റെ അമ്മയ്ക്ക് അസുഖം പിടിച്ചു. അവരുടെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് അമുലിന്റെ അച്ഛൻ എല്ലാം വിൽക്കാൻ തുടങ്ങി. എന്തിനു പറയണം, അവരുടെ ഹോട്ടൽ പോലും അവർ പണയം വെച്ചു. ആ പണം ഉപയോഗിച്ച് അവന്റെ അമ്മയെ ചികിത്സിക്കാൻ തീരുമാനിച്ചു. പക്ഷേ വിഷമം എന്താണെന്നാൽ എത്ര ചികിത്സിച്ചിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ വേദന മറക്കാനായി അമുലിന്റെ അച്ഛൻ മദ്യപിക്കാൻ തുടങ്ങി. അമോൾ, അമോൾ മോനെ, ഒന്നിങ്ങോട്ട് വാ. എന്താ അച്ഛാ? നീ കഴിച്ചോ? ഇല്ല, ഇന്നും കഴിച്ചില്ല. എന്താ? നിങ്ങൾ വരുന്ന കാത്തിരിക്കായിരുന്നു. വരും, അകത്ത് പോവാം, ഭക്ഷണം എടുത്ത് വയ്ക്കാം. ഞാൻ ഭക്ഷണത്തിന് എന്താ ചെയ്യാ കുട്ടാ? ആ ഭക്ഷണത്തിൽ നിന്റെ അമ്മ ഉണ്ടാക്കണ പോലെ കൈപുണ്യം ഉണ്ടാവില്ലല്ലോ. ഒരു മിനിറ്റും അവളില്ലാത്ത വിഷമമാണ് എനിക്ക്. പക്ഷെ അച്ഛാ, അത് വിചാരിച്ച് ഇങ്ങനെ മദ്യം കഴിക്കണത് നല്ലതല്ലല്ലോ. നിങ്ങളുടെ ദേഹത്തിന് നിങ്ങളിങ്ങനെ നശിപ്പിച്ചാൽ എൻ്റെ അവസ്ഥ എന്താവും? അതെ, നീ പറയണ സത്യമാണ്. വലിയ തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. ശരി മോനെ, നാളെ തൊട്ട് ഈ മദ്യം ഞാൻ വിട്ടേക്കാം. നീ എനിക്കൊരു വാക്കുതാ. നീ വലിയ ആളായതിനു ശേഷം രവിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ഹോട്ടലിൽ തിരിച്ചു മേടിക്കുമെന്ന്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അച്ഛാ. അമുലിന് വളരെ സന്തോഷമായി. കാരണം അവന്റെ അച്ഛൻ ഇനി കുടിക്കില്ലെന്ന് അവന് വാക്ക് നൽകി. പക്ഷെ അടുത്ത ദിവസം രാവിലെ അമുൽ തന്റെ അച്ഛനെ എണീപ്പിക്കാൻ പോയപ്പോൾ അദ്ദേഹവും ഈ ലോകം വിട്ടു പോയിരുന്നു. പാവം അമുൽ, ഇപ്പോൾ ഈ ലോകത്ത് അവൻ തനിച്ചായി. അച്ഛനും അമ്മയും മരിച്ചതിനു ശേഷം പോലും അമുൽ തന്റെ തോൽവി സമ്മതിച്ചില്ല. അവൻ തന്റെ പഠിത്തവും തന്റെ ജീവിതവും തന്റെ തോളത്തു ചുമന്നു. രഘും അവനോട് ഏത് ഹോട്ടലാണോ അവർ പണയം വെച്ചത് ആ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. അമുൽ രാത്രി പകലായി വളരെ കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി. പക്ഷെ അതിനു പകരം അവൻ ആയിരക്കണക്കിന് കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. രഘു അങ്കിൾ, ഞാൻ നിങ്ങളത്ത് കുറച്ച് സംസാരിക്കണം. ആ പറയൂ മോനെ, എന്താ കാര്യം? എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് അഡ്മിഷൻ പഠിക്കണം. പക്ഷെ അതിന് കുറച്ച് പൈസ കൂടുതൽ വരും. നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ കടം തരുമോ? ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നേക്കാം. പാവം അമുൽ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അവന് കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കാനായില്ല. അവന് പണം വളരെ അത്യാവശ്യമായിരുന്നു. അങ്ങനെയായിട്ടും അവനെ സഹായിക്കുന്നതിനു പകരം രഘു അങ്കിൾ അവനെ വഴക്കു പറഞ്ഞു. എന്താ ചോദിച്ച്? നിനക്ക് പൈസ വേണമെന്നോ? ഇത് ചോദിക്കാൻ നിനക്ക് നാണമില്ലേ? നിനക്ക് മര്യാദയ്ക്ക് ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. മാസത്തിന് കുറച്ച് ദിവസം പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇത്രയും നിന്റെ കാര്യം ക്ഷമയോടെ ഇരുന്ന് ഞാൻ നിനക്ക് പൈസയും തരണോ? പക്ഷേ രഘു അങ്കിൾ, ഞാൻ ഈ പൈസ എൻ്റെ പഠിത്തത്തിന് വേണ്ടിയാ ചോദിച്ചത്, വേറെ ഒന്നിനുമല്ല. നീ എന്നോട് ഏറ്റുമുട്ടാണോ സംസാരിക്കുന്നത്? ഇവിടുന്ന് പൊയ്ക്കോ, പൊയ്ക്കോ ഇവിടുന്ന്. രഘു അങ്കിൾ പറഞ്ഞത് കേട്ടിട്ട് രഘുവിന് ആകെ വിഷമമായി. ഇപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലായില്ല. പാവം, അവന്റെ സാഹചര്യം അവന് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. അവന്റെ സ്വപ്നം തകർന്നുപോയി. എന്നെ ക്ഷമിച്ചേക്കച്ചാ, എനിക്ക് കോളേജിൽ അഡ്മിഷൻ മേടിക്കാൻ പറ്റിയില്ല. എനിക്ക് നിങ്ങളുടെ സ്വപ്നത്തിന് എങ്ങനെയാ ഏൽക്കാൻ പറ്റുക? എന്നെ ക്ഷമിച്ചേക്കച്ചാ, എന്നെ ക്ഷമിച്ചേക്ക്. വിഷമത്തിൽ മൂழ்കിയിരുന്ന അവൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് അവനൊരു സ്വപ്നം കണ്ടത്. ഒരു വലിയ പ്രകാശം അവന്റെ മുഖത്ത് വന്നു കൊണ്ടു. അമോൾ മോനെ, അമോൾ, കണ്ണ് തുറക്കു മോനെ. ആരാണിത്? എന്നെ നിനക്ക് അറിയുന്നില്ലേ? അച്ഛാ, നിങ്ങളാണോ? നിങ്ങൾ തിരിച്ചു വന്നോ? എന്നെ വിട്ട് പോയിക്കളയല്ല അച്ഛാ. ഞാൻ ഒരുപാട് തളർന്നിരിക്കുകയാണ്. ഈ ലോകത്ത് എനിക്കിന്ന് ആരുമില്ല.
അങ്ങനെയൊന്നും പറയില്ല മോനെ. ഈ ലോകത്ത് ആർക്കാണ് സഹായം ഇല്ലാത്ത അവർക്ക് ദൈവം തുണയായിട്ട് വരും. പിന്നെ ദൈവം തന്നെ നിന്നോടൊപ്പം ഉണ്ടാവുമ്പോൾ നീ എന്തിനാ തോറ്റുപോകുന്ന സമ്മതിക്കുന്നേ? ഇല്ല, ആ ദൈവം ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോനെ. ദൈവം ഒരു വഴി അടച്ചു കഴിഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമെന്നാണ്. പക്ഷെ നീ അതിന് ധൈര്യത്തോടെ ഉണ്ടാവണം. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ അമ്മൂളെ, നമുക്ക് സമയത്തിന് മുന്നേയും സമയത്തിന് പിന്നും ഒന്നും കിട്ടാൻ സാധിക്കില്ല. അപ്പോഴാണ് മറ്റൊരു പ്രകാശം വന്നത്. അപ്പോൾ അമുലിന്റെ അച്ഛൻ മാഞ്ഞുപോയി. പേടിച്ച് ഉറക്കത്തിൽ നിന്നും എണീറ്റു. പക്ഷെ ഇപ്പോൾ അവന് വിഷമമില്ല. ഇപ്പോൾ അവന്റെ മുഖത്ത് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവൻ തന്റെ അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് ഈ കഷ്ടത്തിനെ എതിർത്ത് പൊരുതാൻ അവൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അമുൽ എന്നത്തെയും പോലെ റെഡിയായി ഹോട്ടലിലേക്ക് ചെന്നു. അവിടെ ചെന്നതും തന്നെ അവൻ എന്തു കണ്ടെന്നാൽ ഹോട്ടലിന് പുറത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവനൊന്നും മനസ്സിലായില്ല. അതായത് എല്ലാവരും ജോലി കളഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അവൻ എങ്ങനെയോ ആ തിരക്കിനിടയിൽ കൂടി ഹോട്ടലിനകത്തേക്ക് ചെന്നു. അകത്ത് ചെന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവിടെ ടിവിയിലെ പ്രബലനായ ചെഫ് വന്നിരിക്കുകയായിരുന്നു. അവൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ. അവിടെ അവർ ഒരു ഷോയുടെ പ്രധാനപ്പെട്ട സീൻ ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. ഇവിടെ നോക്കൂ, സമാധാനത്തിൽ ഇരിക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം കണ്ട് ഞാൻ അതിശയിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ കടക്കാം. ആക്ച്വലി ഞങ്ങളുടെ സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ എപ്പിസോഡിന് വേണ്ടി നമ്മൾ ഇന്ത്യയിലുള്ള ചെറിയ കടയിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന ചെഫിന് ഒരു ഡിഷ് ചെയ്യാൻ വേണ്ടി ടാസ്ക് തരും. ആരാണ് ആ ഡിഷ് നല്ലപോലെ എല്ലാവരും കാട്ടിൽ ഉണ്ടാക്കുന്നു അവർക്ക് ഞങ്ങളൊപ്പം ചേർന്ന് ജോലി ചെയ്യാനുള്ള അവകാശം കിട്ടും. ചെഫ് പറഞ്ഞത് കേട്ട് അമൂൽ ഒരുപാട് സന്തോഷിച്ചു. ഇത് അവന്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അവൻ ഒരിക്കലും ഇത് വിട്ടുകളയരുതെന്ന് ചിന്തിച്ചു. ഷോയുടെ സ്പെഷ്യൽ സെഗ്മെന്റിന്റെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അതിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും ഒരു ടാസ്ക് നൽകി. പിസ്സ ചെയ്യണം. അമുലും അവന്റെ കൂട്ടുകാരും വളരെ ആവേശത്തോടെ പിസ്സ ചെയ്യാനായി തുടങ്ങി. അമുലും കഠിനമായി അധ്വാനിച്ചു. വാവ് സുഹൃത്തുക്കളെ, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളുടെ എല്ലാ ചെഫും ഇവിടെ പിസ്സ ചെയ്യുന്നതിൽ ബിസിയാണ്. ഓർമ്മയുണ്ടാവണം, അവര് പിസ്സ ചെയ്യുന്നത് മാത്രമല്ല അവന്റെ കഴിവ് കാര്യങ്ങളെക്കുറിച്ച് നമ്മളടുത്ത് പറയണം. അപ്പോഴാണ് ഈ രുചിയുള്ള പിസ്സ നല്ല അത്ഭുതമായി പിസ്സയായി മാറും. പിന്നെ നമുക്കും കിട്ടും നല്ല മനോഹരമായ ചെഫ്. ചെഫ് പറഞ്ഞത് കേട്ടതും അമുൽ ഒരു മിനിറ്റ് നിന്നുപോയി. അവൻ നോക്കിയപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ വെറും പിസ്സ മാത്രമല്ല ചെയ്യുന്നത്, അതിൽ അവരുടെ യുണീക്നെസ് അവർ കാണിക്കുന്നു. ഇത് കണ്ടതും അമുലിന്റെ ശ്രദ്ധ മാറിപ്പോയി. ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് അവനൊന്നും മനസ്സിലായില്ല. ഈ അവസരം നഷ്ടമാകുമോ എന്ന് അവന്റെ മനസ്സിൽ തോന്നി. അപ്പോഴാണ് അവന്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നത്. നമ്മൾ എന്താണ് ഈ പിസ്സ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്താല്? അമുൽ ഉടനെ മൈദ, ഗബിൾ ഗം മസാല, സോഡ പിന്നെ നാരങ്ങ നീര് മിക്സ് ചെയ്ത് ഒരു പുതു ബേസ് ഉണ്ടാക്കി. പിന്നീട് അവൻ ആ ബേസിൽ മാങ്ങ, തുളസി, ചീസ്, ഔഷധ ഗുണമുള്ള ചീരകൾ പിന്നെ തണുത്ത ടൊമാറ്റോയും ചേർത്തു. ഒപ്പം ഒരുപാട് പച്ചക്കറികൾ, സാസ് പിന്നെ മൈനസും ഉപയോഗിച്ചു. അതിനുശേഷം അമുൽ മൈദ കൊണ്ട് മറ്റൊരു ബേസ് ഉണ്ടാക്കി. എന്നിട്ടത് ആദ്യത്തെ ടോപ്പിങ്ങിൽ വെച്ച് എല്ലാ വശത്തും ഒട്ടിച്ചു. എന്നിട്ട് സമയം പാഴാക്കാതെ അവനത് ബേക്ക് ചെയ്യാൻ തുടങ്ങി. വലിയ അതിശയമായി പോയി. ബേക്ക് ചെയ്തതും തന്നെ പിസ്സ ബലൂൺ പോലെ പൊന്താൻ തുടങ്ങി. അത് കണ്ടവരെല്ലാവരും ഞെട്ടിപ്പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല അമുൽ എങ്ങനെ എന്താണ് ചെയ്തതെന്ന്. അമുലിന്റെ ഈ വ്യത്യസ്തമായ രീതി കണ്ട് എല്ലാവരും അതിശയിച്ചു. ഇപ്പോൾ അതിന്റെ ബലം അറിയാനുള്ള സമയമെത്തി. ചെഫ് എല്ലാവരും ചെയ്ത പിസ്സ ഓരോന്നായി കഴിക്കാൻ തുടങ്ങി. വാവ്, എന്തോരു അത്ഭുതമാണ്. നിങ്ങൾ എല്ലാവരും അവരവന്റെ പിസ്സേനെ നല്ലപോലെ ഉണ്ടാക്കി. മത്സരമുണ്ട്. അടുത്തത് അമുലിന്റെ ടേണാണ്. അമലിന്റെ സ്പെഷ്യൽ ബലൂൺ പിസ്സയുടെ അടുത്തേക്ക് വന്നതും ചെഫിന്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. അവരിതിനു മുൻപ് ഇത്ര പൊന്തിയിരിക്കുന്ന ക്രിസ്പിയായ പിസ്സ കണ്ടിട്ടില്ല. ചെഫ് അമുലിന്റെ പിസ്സ കഴിച്ചതും തന്നെ അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതായത് കാറ്റത്ത് പറക്കുന്നത് പോലെ. ആ പിസ്സയുടെ രുചി വളരെ അത്ഭുതകരമായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ ഈ ടാസ്കിന്റെ വിജയക്കാരൻ അമുലാണ്. പിന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് അമുലിന് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. അമുൽ അവസാനം വിജയിച്ചു. അവൻ പ്രോഗ്രാമിന്റെ സ്പെഷ്യൽ എപ്പിസോഡിന്റെ വിജയിതാവായി. ഒരു വലിയ ചെഫിനോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരം അവന് കിട്ടി. അവന് കോളേജിൽ പോകാൻ സാധിച്ചില്ലായിരിക്കാം. ഇപ്പോൾ അവൻ അത്ര വലിയ ഒരാളോടൊപ്പമായിരുന്നു. അദ്ദേഹം ഒരു മികച്ച ചെഫാണ്.
അദ്ദേഹത്തിൽ നിന്നും അമൂൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഇനി ആ ദിവസം ഒരുപാട് ദൂരെയല്ല. അമൂൽ തന്റെ അച്ഛന്റെ ഹോട്ടൽ തിരികെ വാങ്ങുന്ന ദിവസം. പിന്നെ അവൻ തന്റെയും തന്റെ അച്ഛനമ്മയുടെയും സ്വപ്നം നിറവേറ്റും.